കൺസെന്റ് ലെറ്റർ പോലും ഇല്ലാതെ ആ ഡോക്ടർ എടുത്ത തീരുമാനമാണ് എൻ്റെ ഉമ്മയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്. എൻ്റെ പ്രാർത്ഥനയിൽ എന്നും ആ ഡോക്ടർ കടന്നു വരും. അന്ന് ഞാനെടുത്ത തീരുമാനമാണ് ഞാൻ ഡോക്ടറെ ആവൂ. ഡോക്ടേഴ്സൊക്കെ കരയാണ്. ഒരുപാട് കാലമായിട്ട് എൻ്റെ ഉമ്മ ട്രീറ്റ്മെന്റിലാണ്. അപ്പോൾ ഡോക്ടേഴ്സൊക്കെ എൻ്റെ ഉമ്മാൻ്റെ അടുത്ത് പറഞ്ഞു, ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു, ആൾക്ക് ബോധമില്ല, 4 ദിവസം അയാൾ കോമയിലാണ് കിടക്കുന്നത്, ഇനി വലിയൊരു എക്സ്പെക്ടേഷൻ ഒന്നുമില്ല, നിങ്ങൾ പ്രാർത്ഥിച്ചോ എന്ന് പറഞ്ഞു. അന്ത്യകർമ്മങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. ആ സമയത്ത് ഒരു ഡോക്ടർ വന്നു, ഡോക്ടർ ഗീത, അറിയുന്നുണ്ടാവും, മിംസിലെ സീനിയർ ഗൈനക്കോളജിസ്റ്റ് ആണ്. ഡോക്ടർ വന്നിട്ട് പെട്ടെന്ന് വന്നിട്ട് ബാബായുടെ അടുത്ത് പറഞ്ഞു, നമുക്കൊരു സർജറി ചെയ്ത് നോക്കാം, എന്താവുന്ന നമുക്ക് പറയാൻ പറ്റൂല, പക്ഷെ നമുക്ക് ചെയ്തു നോക്കാം. കൺസെന്റ് ലെറ്റർ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട്. ഈ ഒരു പെർമിഷൻ ലെറ്റർ ഇല്ലാതെ നമുക്കൊരു സർജറി ചെയ്യാൻ പറ്റൂല. ആ ഒരു ഡോക്ടർ കൺസെന്റ് ലെറ്റർ പോലും ഇല്ലാണ്ട് എൻ്റെ ഉമ്മാനെ പെട്ടെന്ന് ഇതിലേക്ക് മാറ്റി. ചെറിയൊരു ഹോപ്പ് ഉണ്ട്, പക്ഷെ ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റില്ല. ഒന്നെങ്കിൽ ആള് നമുക്ക് തിരിച്ചു കിട്ടും, ഇല്ലെങ്കിൽ ഒന്നും ഉണ്ടാവില്ല, അവിടെ വെച്ച് മരണപ്പെടും. എൻ്റെ വാപ്പാപ്പ പറഞ്ഞു, നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്തോ, ഞാനൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞു. കൺസെന്റ് ലെറ്റർ ഇല്ലാണ്ട് അത്രയും റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ഒരു ഡോക്ടർ എടുത്ത തീരുമാനം എൻ്റെ ഉമ്മാനെ ഇന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. ഇന്ന് ഞാൻ ആഗ്രഹിക്കുമ്പോൾ ഇന്ന് എൻ്റെ പ്രാർത്ഥനയുടെ ഉള്ളിൽ എപ്പോഴും ആ ഒരു ഡോക്ടർ കടന്നു വരും. പഠിച്ചോനെ, എനിക്ക് ഉമ്മാന്ന് വിളിക്കാൻ, അല്ലെങ്കിൽ എൻ്റെ താഴെയുള്ള 3 പേർക്ക് ഉമ്മാന്ന് വിളിക്കാൻ ഒരാളെ തിരിച്ചു തന്നത് ആ ഒരു ഡോക്ടറുടെ മനോധൈര്യമായിരുന്നു. പൈസക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഡോക്ടേഴ്സ് ഉണ്ടാവാം, പൈസ പിഴിഞ്ഞെടുക്കുന്ന ഡോക്ടേഴ്സ് ഉണ്ടാവാം. നേരത്തെ പറഞ്ഞതിൽ കോവിഡ് സമയത്ത് പേഷ്യന്റ് ഛർദ്ദിച്ചതിൽ അതിലൊരു നാണയത്തൊട്ട് തരുന്ന ഡോക്ടേഴ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. പക്ഷേ അത്രയും റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലിൽ വെച്ചിട്ട് അവരുടെ യാതൊരു റെപ്യൂട്ടേഷനും ബാധിക്കാതെ ഒന്നും നോക്കാതെ എൻ്റെ ഉമ്മാന് തിരിച്ചു തന്നൊരു ഡോക്ടർക്ക് വേണ്ടി ഞാൻ ഇന്നും പ്രാർത്ഥിക്കാറുണ്ട്. അന്ന് ഞാൻ എടുത്ത തീരുമാനമല്ലോ, ഞാൻ ഡോക്ടറെ ആവൂ. എവിടെങ്കിലും ദുനിയാവിന്റെ ഏതെങ്കിലും ഒരു കോർണറിൽ കിടന്നിട്ട് ഒരാളെ രക്ഷിച്ചതിന്റെ പേരിൽ എനിക്ക് വേണ്ടി ഒരു പ്രാർത്ഥന കിട്ടുവാണെങ്കിൽ അതിനേക്കാൾ നല്ലതൊന്നുമില്ല. ദുനിയാവിന്റെ ഏതെങ്കിലും കോണിലുള്ള ഒരാളെങ്കിലും രക്ഷിക്കാൻ കഴിഞ്ഞെങ്കിൽ, അവരുടെ പ്രാർത്ഥന കിട്ടുകയാണെങ്കിൽ അതിനേക്കാൾ വലുതായി ഒന്നുമില്ല. ഇതു പറഞ്ഞ് ഫാത്തിമ തസ്കിയ പോയി. ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ബാക്കിയാക്കി പാതി മുറിഞ്ഞൊരു പാട്ടുപോലെ. പ്രിയപ്പെട്ടവർക്ക് മുഴുവൻ കണ്ണീര് സമ്മാനിച്ച് ഫാത്തിമ തസ്കിയുടെ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ പരക്കുന്നുണ്ട്. എൻ്റെ ഇഷ്ടത്തിന് നിന്ന്, എന്നെ മനസ്സിലാക്കി നിന്ന ആ പാരൻസിന് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ MBBS സ്റ്റുഡൻ്റ് ആണ്. പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ, തോൽക്കും, നമ്മൾ പിന്നെയും തോൽക്കും. പക്ഷെ നമ്മുടെ ഉള്ളിലുള്ള ഒരു സാധനം ഉണ്ടല്ലോ, എനിക്ക് ജയിക്കണം, ഇല്ലെങ്കിൽ തോൽവി എന്നൊക്കെ പറയുന്നത് ടെമ്പററി ആണ്. എപ്പോഴെങ്കിലും എനിക്ക് ജയിക്കാൻ പറ്റുന്ന ഉള്ളിലുള്ളൊരു സാധനം ഉണ്ടല്ലോ, ആ ഒരു ഫയർ മാത്രം മതി നമ്മൾ എവിടെയെങ്കിലേക്ക് എത്തും. ലൈഫിൽ നമ്മൾ തോൽവി ഒരിക്കലും തുടർക്കഥയാവരുത്. അതിൽ നിന്ന് എന്തെങ്കിലും പാഠം ഉണ്ടാവും. ഓരോ തോൽവിയിലും, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ വരുന്ന ഓരോ ക്രൈസിസിലും, തോൽവി മാത്രമല്ല, ഓരോ ക്രൈസിസിലും, ഓരോ പ്രശ്നങ്ങളിലും ദൈവം പടച്ചോനെ നമുക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് നന്മ കണ്ടുവച്ചിട്ടുണ്ടാവും. നമ്മളെ പരീക്ഷിക്കുന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാവും. ആ റീസണിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വിജയത്തിലേക്ക് കയറുക എന്നുള്ളതാണ്. സ്റ്റെതസ്കോപ്പ് കൊണ്ട് സമൂഹത്തിന് മുഴുവൻ നന്മ ചെയ്യാൻ ആഗ്രഹിച്ച അവളുടെ മരണമെത്തിയത് കൽപ്പറ്റയിലുണ്ടായ ഒരു അപകടത്തിന്റെ രൂപത്തിലായിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഏറ്റവും മിടുക്കിയായ വിദ്യാർത്ഥിനി, കൂട്ടുകാർക്കെല്ലാം പ്രിയപ്പെട്ടവൾ, ക്യാമ്പസിൽ ഒരു പൂമ്പാറ്റയെ പോലെ പാറി നടന്നിരുന്ന ആ MBBS വിദ്യാർത്ഥിനിയുടെ ചേതനയേറ്റ ശരീരം വീട്ടിലെത്തുമ്പോൾ പിതാവ് OMA സലാം ജയിലിൽ നിന്നും എത്തുന്നുണ്ട്. ഫാത്തിമ തസ്കിയയ്ക്ക് എന്നും പ്രചോദനമായിരുന്നു ആ പിതാവ്. അതുപോലൊരു പിതാവിനെ കിട്ടിയിരുന്നെങ്കിലെന്ന് ഇക്കയുടെ മരണവും കോവിഡും ഗുരുതര പരിക്ക് പറ്റിയ അപകടവും ഉൾപ്പെടെ പ്രതിസന്ധികളുടെ വലിയ കടല് താണ്ടിയ താൻ ഇന്ന് മെഡിക്കൽ വിദ്യാർത്ഥിനി ആവുമായിരുന്നില്ലെന്ന് ഫാത്തിമ തസ്കിയ കഴിഞ്ഞ വർഷം മാധ്യമം എജു കഫേയിൽ പ്രസംഗത്തിൽ പറയുന്നുണ്ട്. ഇങ്ങനെ ഇരിക്കുന്നത് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ എൻ്റെ ഇക്കാക്ക കുഴഞ്ഞു വീണ് മരിച്ചു. ഇതും കൂടെ ആയപ്പോൾ സത്യം പറഞ്ഞ ലൈഫ് ആകൂടി ബ്ലാങ്ക് ആയി. കാരണം എന്നെ റിപ്പീറ്റിന് പറഞ്ഞേക്കുമ്പോൾ ഇക്ക പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നു, എടാ നീ പഠിച്ചിട്ട് വാ, അന്ന് നമുക്ക് പന്തലൊക്കെ കെട്ടിയിട്ട് ആൾക്കാരൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് ഒരു പരിപാടി നടത്തണം, നീ വന്നിട്ട് നിന്റെ പേരിലൊരു ട്രീറ്റ് നമുക്ക് എല്ലാവർക്കും കൊടുക്കണം എന്ന് പറഞ്ഞു. എക്സാം എഴുതി ഇക്കാക്ക പറഞ്ഞ പോലെ തന്നെ പന്തലൊക്കെ കെട്ടി. പക്ഷെ ആ കെട്ടിയത് എൻ്റെ ഇക്കാക്കൻ്റെ മയ്യത്ത് കൊണ്ടുവരാന്ന് മാത്രം. ആ ഒരു പ്രശ്നം കൂടി വന്നതോടുകൂടി സത്യം പറഞ്ഞാൽ ലൈഫ് ബ്ലാങ്ക് ആയി പോയി. MBBSന് അഡ്മിഷൻ നേടി വരുമ്പോൾ വലിയ സ്വീകരണമൊരുക്കുമെന്ന് സഹോദരൻ പറഞ്ഞിരുന്നു. ആ ആഗ്രഹം പൂർത്തീകരിക്കുന്നതിന് മുമ്പ് സഹോദരൻ കുഴഞ്ഞു വീണു മരിച്ചു. അന്ന് ആകെ തളർന്നു പോയപ്പോൾ പിതാവിന്റെ നിർദ്ദേശപ്രകാരം ഡിഗ്രിക്ക് ചേർന്നു. പക്ഷേ MBBSന്
കിട്ടാത്തതിന്റെ നിരാശയിൽ ഡിഗ്രി പഠനം മുന്നോട്ട് കൊണ്ടുപോകാനായില്ല. വീണ്ടും നീറ്റ് പഠനത്തിനിരുന്നു. ആദ്യ ദിവസം തന്നെ സ്റ്റെയർകേസിൽ നിന്ന് വീണ് കാലൊടിഞ്ഞു. അങ്ങനെ ബെഡിൽ കിടന്ന് പഠിച്ചാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ നേടിയത്. എത്ര തന്നെ തോറ്റുപോയാലും പരാജയപ്പെടാതെ പൊരുതണമെന്ന് പറഞ്ഞാണ് തസ്കിയ തന്റെ പ്രഭാഷണം അവസാനിപ്പിക്കുന്നത്. അപ്പോൾ വാപ്പ പറഞ്ഞു, നീ ഡിഗ്രിക്ക് ജോയിൻ ചെയ്യും. ഡിഗ്രിക്ക് ജോയിൻ ചെയ്യുന്ന വെച്ചാൽ വേറെ ഒന്നുമല്ല, അന്ന് എൻ്റെ വാപ്പ എൻ്റെ അടുത്ത് ഒന്ന് പറഞ്ഞ ഒരൊറ്റ കാര്യമുണ്ട്. ഈ ഡിഗ്രി കോളേജ് നിനക്കൊരു ബസ് വെയിറ്റിംഗ് ഷെഡായി എന്നൊക്കെ കരുതിയാൽ മതി. കാരണം കുറച്ചു നേരത്തേക്ക് ബസ് വരുന്നവരെ നീ അവിടെ ഇരിക്കുള്ളൂ. ആ ബസ് പോയി കഴിഞ്ഞാൽ നീ അവിടെ നേടിച്ച ബസ്സിൽ കയറിപ്പോവും. നിന്റെ ബസ് MBBS ആണെന്ന് എനിക്കറിയാം. പക്ഷേ ഇപ്പൊ വാപ്പാൻ ഓൾ ഡിഗ്രിക്ക് പോകും. കാരണം നീ ഒന്ന് ചില്ലായി. നിന്റെ പ്രായത്തിലുള്ള എല്ലാവരും കളിച്ചു നടക്കുമ്പോൾ നീ ഇവിടെ ഇരുന്നിട്ട് കണ്ണീര് കാട്ടുന്നത് ഈ വാപ്പാക്ക് കാണാൻ പറ്റുന്നില്ല. ആ വാപ്പാന്റെ ഒരു വാക്കിന്റെ പുറത്താണ് ഞാനൊന്ന് ഡിഗ്രിക്ക് ജോയിൻ ചെയ്തത്. ഈ ഒരു നിങ്ങളുടെയൊക്കെ പാഷൻ എന്നാണ്, അല്ലെങ്കിൽ ആ ഒരു വൈബ് കിട്ടുന്ന ആളും കൂടെ ആയതുകൊണ്ട് പറയാണ്, എല്ലാവരും തോൽവി എന്ന് പറയുന്നതിൽ സ്റ്റക്കാവാണ്ട് നിൽക്കുക. അപ്പോൾ മലപ്പുറത്തിന്റെ മക്കളെ, തോൽവിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു വിജയാക്കി മാറ്റാൻ പറ്റട്ടെ. എപ്പോഴും കൈ മുകളിലോട്ട് ഉയർത്തി മാത്രം നിൽക്കാൻ പറ്റട്ടെ. എപ്പോഴും ഉന്നതികളിൽ എത്തട്ടെ. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. പോപ്പുലർ ഫ്രണ്ട് മുൻ ചെയർമാൻ കൂടിയായ പിതാവ് OMA സലാം അറസ്റ്റിലായപ്പോൾ തസ്കിയ സോഷ്യൽ മീഡിയയിൽ എഴുതിയ കുറിപ്പും വൈറലാവുന്നുണ്ട്. പിതാവിന്റെ അറസ്റ്റ് നേരത്തെ പ്രതീക്ഷിച്ചതിലപ്പുറം ഒന്നുമല്ലെന്നും അതുകൊണ്ട് തന്നെ അത് ഞെട്ടലുണ്ടാക്കിയില്ലെന്നും തസ്കിയ പറയുന്നു. നീതി ജയിക്കുന്ന സുപ്രഭാതം പുലരുമെന്നും അന്ന് അധികാരത്തിന്റെയും അഹങ്കാരത്തിന്റെയും സിംഹാസനങ്ങൾ തകർന്നു വീഴുമെന്നുള്ള പ്രതീക്ഷകൾ പങ്കുവെച്ചാണ് തസ്കിയ ആ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. മനസ്സിലെ രഹസ്യങ്ങൾ താനേ തുറക്കും. അത് ഡയമണ്ട് പറയുമ്പോൾ മനസ്സിലെ വികാരങ്ങൾ ഡയമണ്ടിനൊപ്പം പറയൂ. മലബാറിലേക്ക് വരും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് ടൈഗ് ലൈവ് TV സബ്സ്ക്രൈബ് ചെയ്യുക.